ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്തൊക്കെ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണെന്ന് കേട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നാട്ടിലെത്തിയ ശേഷം ഒരാഴ്ചത്തേക്ക് ഒരൊറ്റ മഴ ഉണ്ടായിരുന്നു. മഴയത്തുള്ള ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ, കുണ്ടും കുഴിയും ഇല്ലാത്ത വഴികളാണെങ്കിൽ. പിന്നെ ആമി കുഞ്ഞിന് ഇങ്ങനെ മഴ നിറഞ്ഞ് കുട കൂടി നടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് നല്ല മഴയായിരുന്നു. വീട്ടിൽ ചെന്ന സമയത്ത് മഴകൾ കുട എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവൾക്ക് മഴയത്ത് കുട ചൂടി നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്. ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ, പിന്നെ അവിടെ എല്ലാം ക്രൗഡ് സീഡിംഗ് കൊണ്ടുള്ള മഴയൊക്കെ ആണല്ലോ. നാച്ചുറൽ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്തണം. അപ്പം അവൾ എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങ് വിട്ടു. ഒരു കുടയും കൊടുത്ത് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ അങ്ങോട്ട് ഇതിന് പുള്ളിക്കാരി കുടയൊക്കെ മാറ്റി വെച്ച് മഴ തലയിലൊക്കെ കൊള്ളിക്കാൻ തുടങ്ങി. പിന്നെ വെള്ളം നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കാണുന്ന കാഴ്ചകളാണ്. മുകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതേ സന്തോഷം നമ്മുടെ കുട്ടികളും കൂടി അനുഭവിക്കണം. കാരണം നമ്മളൊക്കെ വിദേശത്താകുമ്പോൾ, പ്രത്യേകിച്ച് ദുബായിലൊക്കെ ആകുമ്പോൾ മഴയൊക്കെ സാധ്യത വളരെ കുറവാണ്. അവൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾ മഴ കാണാൻ ഇറങ്ങിയതാണ്. നാട്ടിൽ വന്ന് ഒരാഴ്ച പിന്നെ നല്ല മഴ കിട്ടിയത്. മഴയുടെ സ്വീറ്റ് വോയിസ് കേൾക്കാൻ കുടലി വീഴുമ്പോൾ. എന്നാ കാണിക്കുന്നത്? അയ്യോ, നല്ല വലിയ മഴ വന്ന് പോയാലോ.